DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 27 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നതിന് മുൻപേ പകർച്ചപ്പനി രൂക്ഷമായിരിക്കുകയാണ്. ഈ മാസം മാത്രം രോഗബാധിതർ 1,48,000 കടന്നു. 26 ദിവസത്തിനിടെ 1,48,089 പേരാണ് വിവിധ പനികൾ ബാധിച്ച് ചികിത്സ തേടിയത്. എലിപ്പനി, മലേറിയ, ഡെങ്കിപ്പനി എന്നിവയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരവും വ്യാപകമാണ്. 10 പേരാണ് ഈ മാസം പനി ബാധിച്ച് മരിച്ചത്. 8 പേർ എലിപ്പനി ബാധിച്ചും 2 പേർ ഡെങ്കി ബാധിച്ചുമാണ് മരിച്ചത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടരുന്ന എബോളയെ സംസ്ഥാനം കരുതിയിരിക്കുന്നതിനാൽ എല്ലാ പനിബാധിതരുടെയും വിദേശയാത്ര ചരിത്രം ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. സാധാരണ പകർച്ചപ്പനിയുടെ ലക്ഷണങ്ങളാണ് എബോളയ്ക്കുമുള്ളത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് പനി പടരുന്നതിനിടെ എബോള ആശങ്കയാകുന്നത്. അടുത്ത അറിയിപ്പ്, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ 2025-26 വർഷത്തെ വിവിധ സാമ്പത്തിക സഹായ പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭവന പുനരുദ്ധാരണത്തിനുള്ള ധനസഹായം, പെൺമക്കളുടെ വിവാഹ ധനസഹായം എന്നിവയ്ക്ക് അർഹരായവരുടെ വിവരങ്ങൾ ഇതിലുണ്ട്. കൂടാതെ ഹൈസ്കൂൾ തലം മുതൽ PhD വരെയുള്ള വിവിധ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ലിസ്റ്റും കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനാൽ അർഹതയുള്ളവർ ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ബക്രീദ് ആചരിക്കുന്നത് പ്രമാണിച്ച് 28/5/2026 അതായത് വ്യാഴാഴ്ച എല്ലാ റേഷൻ കടകൾക്കും അവധിയായിരിക്കും. ഇന്ന് അതായത് 27/5/2026 ബുധനാഴ്ച എല്ലാ റേഷൻ കടകളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. മെയ് 30 വരെയാണ് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ഉണ്ടാവുക. നാളെ അവധിയായിരിക്കും. അതിനുശേഷം 2 ദിവസങ്ങൾ കൂടിയേ സംസ്ഥാനത്ത് റേഷൻ വിതരണം ഉണ്ടാവുകയുള്ളൂ. അതിനാൽ മെയ് മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു. പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ 2000 രൂപ വീതം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രവിഹിതം കൈപ്പറ്റുന്ന ചില ഗുണഭോക്താക്കൾക്ക് തുകയിൽ 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ബാക്കി തുക ഒരാഴ്ചയ്ക്കുള്ളിൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ്. തുടർച്ചയായ പൊതു അവധികൾ കാരണം ബാങ്കുകളും ട്രഷറികളും സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കാത്തതിനാൽ നേരിട്ട് കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് തുക ലഭിക്കാൻ വെള്ളിയാഴ്ച വരെ സമയമെടുക്കും. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ വിതരണം ആരംഭിച്ച് ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിൽ എത്തിച്ച് ജൂൺ 5-ാം തീയതിയോടെ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ നിലവിൽ വിതരണം ചെയ്തിട്ടില്ല. നിലവിൽ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് നൽകുന്നത്. എങ്കിലും നിർത്തിവച്ചിരിക്കുന്ന വീട്ടമ്മ പെൻഷൻ പദ്ധതി ജൂൺ മാസം മുതൽ പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.